നമസ്കാരം. ആന്ധ്രയെ നടുക്കി കൗമാരക്കാർ പ്രതികളായ ബലാത്സംഗ കേസ്. 13 വയസ്സുകാരിയെ ക്ലാസ് മുറിയിൽ വെച്ച് ബലാത്സംഗത്തിന് ഇരയാക്കിയത് 10ാം ക്ലാസ്സുകാരനായിരുന്നു. ഏലൂർ ജില്ലയിലെ സർക്കാർ സ്കൂളിലാണ് സംഭവമുണ്ടായത്. പ്രതിക്കൊപ്പം പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതിനായി കുറ്റകൃത്യം മൊബൈലിൽ പകർത്തിയ 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മാതാപിതാക്കൾ 2 ലക്ഷം രൂപ നൽകാത്തതിനെ തുടർന്ന് പ്രതികൾ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. ഇതോടെയാണ് ബലാത്സംഗ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. മെയ് 15-നാണ് സംഭവമുണ്ടായത്. 7ാം ക്ലാസ് പരീക്ഷയുടെ മാർക്ക് ഷീറ്റ് വാങ്ങാൻ സ്കൂളിൽ എത്തിയതായിരുന്നു പെൺകുട്ടി. ഈ സമയത്ത് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും 4 യുവാക്കളും ചേർന്ന് പെൺകുട്ടിയെ ആളൊഴിഞ്ഞ ക്ലാസ് മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. വേനലവധിക്കായി സ്കൂൾ അടച്ച സമയത്താണ് അതിക്രമം നടന്നത്. ഇത് 4 പുരുഷന്മാർ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. 2 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ദൃശ്യം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിലും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പണം നൽകിയില്ല. തുടർന്ന് പ്രതികൾ വാട്സപ്പ് വഴി വീഡിയോ പ്രചരിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറം ലോകമറിയുന്നത്. വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടി. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് അയച്ചു. 10ാം ക്ലാസ്സുകാരനെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. 19, 22 വയസ്സ് പ്രായമുള്ള മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഏലൂർ കോടതിയിൽ ഹാജരാക്കി. പിന്നീട് 4 പേരെയും 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.